ഈ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ. ഇതൊരു കല്യാണമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിയൊന്നും അറിയില്ല. ബൊഫേ സിസ്റ്റാണ്. കാരണം ചിക്കൻ, ബീഫ്, മട്ടൻ, വെജിറ്റബിൾസ്, പൊറോട്ട, ഇറച്ചി, അങ്ങനെ പല സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുള്ള പരിപാടിയുള്ള ബൊഫേ. അപ്പോൾ അതിൽ നിന്ന് ഷിയാസ് ഓനക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. അനുമോളൊപ്പം ഉണ്ട്, ബിഗ് ബോസ് വിന്നർ. അപ്പോൾ അനുമോൾ ഓൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പെട്ടെന്ന് ബീഫ് ഉണ്ട് അപ്പുറത്ത്. അനുമോൾ ബീഫ് എടുത്തിട്ടില്ല. അപ്പോൾ ആരും അവർ ചോദിക്കുന്നുണ്ട് ബീഫ് കഴിക്കൂലെന്ന്. അപ്പോൾ ഷിയാസ് വെറുതെ കയറിയിട്ട് അതിൻ്റെ ഇടയിൽ കയറിയിട്ട് അടപെട്ടുക. എന്താ അനുമോൾ ബീഫ് കഴിക്കാത്തത്? അനുമോൾ BJP ആണോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ടപ്പോൾ അതിനെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ കയറ്റി വിടാൻ കുറേ ആൾക്കാരെ കണ്ടു. കാരണം അപ്പുറത്തെ സൈഡിൽ BJP ആണ്. BJPക്ക് എതിരെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ വൈറലാണ്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ആരും പരിശോധിക്കില്ല. എന്താണ് ഒരാൾ എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ടെന്ന് അയാളല്ല തീരുമാനിക്കുക. ബീഫ് കഴിക്കാത്തവരൊക്കെ BJP ആണോ? അല്ല, അറിയാത്തവന്ന് ചോദിക്കണേ. കാരണം ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം, അതും കൂടി നിങ്ങളൊന്ന് കാണാം. ഒരൊറ്റ കാര്യമാണ് പറയാനുള്ളത്. ബീഫില്ലേ, ബീഫ് എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയാരെന്ന് അറിയാം, ഇവിടെ BJP-ക്കാരാണ്. അനുമോളോട് ഞാൻ ബീഫ് കഴിക്കാൻ പറഞ്ഞു. അപ്പൊ അനുമോളോട് നിൽക്കേണ്ടായിട്ടാണ്. അപ്പൊ ഞാൻ മനഃപൂർവ്വം ചോദിച്ചത് എന്ത്, നീ BJP-യിൽ ജോയിൻ ചെയ്തോ, അതാണ് ബീഫ് കഴിക്കാത്തത്. ഈ ഒരു ടോക്ക് ഉണ്ടാവാൻ കാരണം ഇവിടെയുള്ള BJP-ക്കാരാണ്. ഞങ്ങളുടെ കൂട്ടുകാരന്മാരുടെ ഇടയിൽ, എന്റെ പെരുമ്പാവൂര് എന്റെ കൂട്ടുകാരന്മാരുടെ ഇടയിൽ ചോദിക്കുന്ന ഒരു ടോക്കാണത്. അത് ചോദിക്കാറില്ലെന്ന് ഒന്ന് മനസ്സിൽ നിന്ന് ഒന്ന് ചോദിച്ചു നോക്ക്. ചോദിക്കാറുണ്ടാവും, അത് ഫണ്ണാണ്. പിന്നെ അത് മീഡിയക്കാരിട്ടില്ല, എനിക്ക് വിഷയമല്ല. പിന്നെ പന്നിയിറച്ചി, പന്നിയിറച്ചിയില്ല, വേവിക്കണം നന്നായിട്ട് അതിൽ വിര ഉണ്ടാവും. വിര അത് വെന്താ മാത്രമേ വിര കൂടും. നല്ല കപ്പയിട്ടിട്ട് പന്നിയോ ഒലത്തി കഴിച്ചല്ല, അടിപൊളിയാകും. നമ്മൾ പഠിച്ച കിതാബിൽ അത് കഴിക്കാൻ പാടില്ലാന്ന് ഖുറാനിൽ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനത് കഴിച്ചാനേ, എന്നെ പിടിച്ച് കഴിക്കാത്ത എല്ലാ സാധനം ഞാൻ തിന്ന ആളാണ്. പിന്നെ കേസ് കോടതിയിൽ കോഷൊക്കെ ചെയ്ത് പിന്നെ ഞാൻ കൊച്ചിനൊന്നും പിടിച്ചിട്ട് പണിയെടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതുള്ള കാലം വരെയും ഈ കേസ് ഉണ്ടാവും, മനസ്സിലാക്കിയോ? അതെ, ആർക്ക് വേണം വരും. പെണ്ണുങ്ങൾക്ക് ലോയില് മുൻഗണന ഉള്ള കാലം വരെയും ഈ ശരിക്കുണ്ടല്ലോ ഈ പൂവർക്ക് നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളി ഉള്ളിയും കുരുമുളക് ഇട്ടിട്ട് നല്ല ഡ്രൈ ആക്കിയിട്ട് ഫ്രൈ ആയിട്ട് അടിക്കൽ നല്ല അടിപൊളിയാണെന്നാണ് ഷിയാസ് പറയുന്നത്. പക്ഷേ എനിക്ക് കഴിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്കല്ല ഷിയാസിന്. പക്ഷേ ഞാൻ പഠിച്ച പുസ്തകത്തിൽ അത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തതെന്നാണ് ഷിയാസ് പറഞ്ഞത്. അതായത് ഓരോരുത്തർക്ക് ഓരോരുത്തരെ വിശ്വാസമാണ്, പക്ഷേ മറ്റുള്ളവർക്ക് പാടില്ല. അതല്ല അപ്പോൾ ഷിയാസിൻ്റെ വാക്കുന്ന് കേൾക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സിനിമയിൽ അഭിനയിക്കലും സിനിമയിൽ പാട്ടുപാടലും സിനിമാ നടനായി വരുന്ന ബിഗ് ബോസിൽ വരലൊക്കെ പഠിച്ച പുസ്തകത്തിൽ അനുവദനീയവും ഹലാല് ആയതുകൊണ്ടൊന്നും തിരക്കടില്ല. പിന്നെ ഷിയാസിന് പന്നി അയക്കൽ മാത്രമേ അതൊരു പുസ്തകത്തിൽ പറ്റാത്തുള്ളൂ. ബാക്കിയുള്ള ഈ കാര്യങ്ങളൊക്കെ പറ്റും. എന്തെല്ലാം അവസ്ഥ, എന്തൊരു വിരോധാഭാസമാണ്. ഇതിനെ താങ്ങി നടക്കാനും കുറേ ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ എവിടെ എത്തി? ഞാൻ ഒറ്റ കാര്യം പറയട്ടെ. ഞാൻ ഒരു 2 കൊല്ലം മുമ്പ് തമിഴ്നാട്ടിൽ ഒരു വർഷത്തിൻ്റെ അടുത്ത് വർക്ക് ചെയ്തിരുന്നു. തമിഴ്നാട്ടിൽ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ മെയിനായിട്ട് റാവുത്തർ ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടനാണ് കൂടുതൽ. പക്ഷേ ബീഫ് വളരെ ചുരുക്കം. മുസ്ലിം ഭൂരിപക്ഷം എവിടെയൊക്കെ ഉണ്ടോ അവിടെ മാത്രമേ ചില ബീഫും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. കാരണം ബാക്കി അല്ലാത്തൊരു കഴിക്കില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരാളോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ബീഫ് കഴിക്കാത്തത്, ബീഫ് കഴിക്കലുണ്ടോ എന്നൊക്കെ വെറുതെ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അത് ഞങ്ങളെ സാമ്യമാണ്. അതായത് ഓരോ വിശ്വാസത്തിനനുസരിച്ച് അത് കഴിക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. BJP തീരെ ഇല്ലാത്ത തമിഴ്നാട്ടിലത്തെ കാര്യമാണ് ഞാനീ പറയുന്നത്, മനസ്സിലായോ? കഴിക്കേണ്ടവർ കഴിച്ചോട്ടെ, കഴിക്കാത്തവർ കഴിക്കണ്ട. ബാക്കിയുള്ളവരെ മേത്ത് അടിച്ചേൽപ്പിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് എനിക്കിത് കണ്ടത്, ഷിയാസിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളത്. അനുമോൾ കേരളത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് വിശ്വാസമുണ്ട്, പശുയിറച്ചി അല്ലെങ്കിൽ ബീഫ് കഴിക്കാൻ പാടില്ല. അത് ഓരോരുത്തരുടെ വിശ്വാസമല്ലേ. പന്നിയിറച്ചി കഴിക്കാൻ പാടില്ല എന്ന് മുസ്ലിംസിന് വിശ്വാസമുണ്ട്. എന്ന് വെച്ചാൽ ഒരാൾ ഇങ്ങനെ പറയും, എന്താ പന്നി കഴിക്കാത്തത്, എൻ്റെ കിതാബിലുള്ളതുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവും. അതേ വർത്താനാണ് ഷിയാസ് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത്. വെറുതെ കുറേ റീച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ എന്നല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. നിങ്ങൾ കേട്ടില്ലേ, ഹലോ ബീഫ് കഴിക്കേ. അപ്പൊ പറയുന്നു ഡയറ്റ് ആയിട്ടാണ്, എനിക്ക് വേണ്ട. ഡയറ്റ് ആയിട്ടാണോ അല്ലെങ്കിൽ BJP ആയിട്ടാണോ എന്ന് എടുത്ത് ചോദിക്കുക. എന്റെ ലളിതമായിട്ടുള്ള ആദ്യത്തെ ചോദ്യമാണ്. ഇതേപോലെ ഷിയാസ് കരീം ബിഗ് ബോസിലൂടെ അറിയപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി, അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഈ ഷിയാസ് കരീം ഏതെങ്കിലും ഒരു മുസൽമാനായിട്ടുള്ള ഒരു വ്യക്തിയോട് ഇന്ന പേര് വിളിച്ചിട്ട് പന്നി കഴിക്കുന്നേ പന്നി എന്നിട്ട് അവർ പറയാണ് താല്പര്യമില്ല എന്ന് പറയുമ്പോ അതെനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ആയിട്ടാണോ എന്ന് ചോദിക്കൂ. ഇവന്റെയൊക്കെ പ്രശ്നം പക്ക വർഗീയതയാണ്, മതഭ്രാന്താണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തന്നെ ആളുകളെ ഈ വർഗീയമായി ചെയ്തിരിപ്പിക്കുന്ന ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലുള്ള വേട്ടാവളിമാരാണ് എന്ന് സംശയലേശമെന്നെ പറയാൻ സാധിക്കും. ഇവിടെ അവന് ബീഫ് കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കേണ്ട ഒരു കാര്യവുമില്ല. നല്ല പച്ചയ്ക്ക് PC ജോർജിന്റെ ഭാഷയിൽ മറുപടി കൊടുക്കുകയാണ് ഇതുപോലുള്ള മറ്റേ മോന്മാരോട് ചെയ്യേണ്ടത്. വേറൊരു വീഡിയോയും ഈ വേട്ടാവളിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരാൾ ചോദിക്കുന്നു, ഷിയാസിക്ക കേരളത്തിൽ താമര വിരിയുമോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു കുളത്തിൽ വിരിയുമെന്ന്. അതായത് ഇവിടെ വിരിയത്തേയില്ലെന്നാണ്. അപ്പോൾ തൃശ്ശൂരിൽ വിരിഞ്ഞ് നിൽക്കുന്നത് ഇവന്റെ കുഞ്ഞമ്മയുടെ കുളത്തിലാണോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ BJP ഭരിക്കുന്നത്, അത് കുളമാണ്. താമരയ്ക്ക് പിന്നെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. താമര വന്ന് വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറൊരു ചെടിയും വളരില്ല. ഞാൻ പറഞ്ഞു ഇത് വീണ്ടും ഓക്കെ. ഷിയാസ് കരീം BJPന്റെ ആ ഒരു സാധനം വെച്ച് പറയുമ്പോൾ ഇവരിത് മുസ്ലിം ലീഗിന്റെ സാധനമായിട്ടാണ് പറയുന്നത്. മുസ്ലിംസിന്റെ ഇടയിൽ
അവരുടെ ഈ പറഞ്ഞ പുസ്തകത്തിൽ അവർ ജനിച്ച് വളർന്ന സാഹചര്യത്തിൽ പോർക്ക് എന്ന് പറഞ്ഞ സാധനം, പന്നി എന്ന് പറഞ്ഞ സാധനം അവർക്ക് ഇല്ല എന്നുള്ള രീതിക്ക് തന്നെയാണ് അത് അവർ അങ്ങനെ കൊണ്ടു നടക്കുന്ന ആളുകളാണ്. പക്ഷേ കേരളത്തിലൊരു മെജോറിറ്റി അങ്ങനെയാണോ എന്നുള്ള ചോദ്യം. ഇപ്പോൾ മുസ്ലിംസിൻ്റെ ഇടയിൽ എടുത്ത് നോക്കിയാൽ പോർക്ക് തിന്നുന്നവരുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100-1 2%, ഇനി നിങ്ങൾ 1% കുട്ടിക്കും. ഇനി 100-ൽ 98-ൽ 2% മാത്രം പോർക്ക് കഴിക്കുന്നവരുണ്ടാവും. പക്ഷേ കേരളത്തിൽ ഹിന്ദുക്കളുടെ ഇടയിൽ ബീഫ് കഴിക്കുന്നവരുടെ എണ്ണം അങ്ങനെയാണ്. നിങ്ങളൊന്ന് ആലോചിക്കുകയാണോ? പക്ഷെ അങ്ങനെ ആക്കി മാറ്റാൻ ഹിന്ദു ആണോ ബീഫ് കഴിക്കരുത്? ഈ രീതിക്കുള്ള ഒരു തരം പ്രൊപ്പഗണ്ട ഇവിടെ നടക്കുന്നില്ലേ? എനിക്കറിയാം അത് നടക്കുന്നുണ്ട്. ഇവിടെ പല സേവ് ഹിന്ദു ഗ്രൂപ്പുകൾ. അതായത് അനുമോളെ കമ്പനിക്കാരനാണ് ഷിയാസ്, കട്ട കമ്പനിയാണ് അനുമോളും ഷിയാസ്. എപ്പോഴും യാത്രയിലും ഒപ്പം ഉണ്ടാവേണ്ടൊക്കെ പരിപാടീസും ഫംഗ്ഷനിലൊക്കെ ഒപ്പം ഉണ്ടാവേണ്ട ആൾക്കാരാണ്. ഒരു തമ്മിൽ പരസ്പരം കമ്പനിക്കാരാന്നുള്ളതിൽ വെറുതെ ഒരു തമാശക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് ഇത്രയും അധികം ആൾക്കാർ വൈറലാക്കിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ. ഏത് കാലത്താണ് വർഗീയത അത്രയും നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നുള്ള ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ടായി. അത്രയും നല്ലത്. പിന്നെ ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അനുമോളോട് എന്താ ബീഫ് കഴിക്കാത്തത്, അതെന്താ അങ്ങനെ ആവണമെന്നല്ല. പക്ഷെ എന്താ അറിയോ, അതിൽ ഈ ഷിയാസ് വെറുതെ ഒരാവശ്യമില്ലാതെ മതം കുത്തി കയറ്റി. കാരണം ഞങ്ങളെ കിതാബിലുള്ളതുകൊണ്ടാണ് ഞാൻ പോർക്ക് കഴിക്കാതെ അല്ലെങ്കിൽ എപ്പോഴേ കഴിച്ചിരുന്നൊക്കെ ചോദിച്ചിട്ട് ഷിയാസ് ഇപ്പോൾ ഈ സിനിമയിൽ അഭിനയിക്കേണ്ട അതിൻ്റെ ഒരു ഗുഡൻസ് എന്താണെന്ന് മനസ്സിലാവണില്ല. മറ്റേ ബിസ്മി ചൊല്ലിയിട്ട് കണ്ണുടിക്കേണ്ട പോലെ തന്നെ ഷിയാസിൻ്റെ ഈ വർത്തമാനം കാണുമ്പോൾ കാണുന്നത്. എല്ലാത്തിലും ഈ മതം കുത്തി കയറ്റേണ്ട ആവശ്യം എന്താ? ഷിയാസിനാണ് പറഞ്ഞാൽ മതി ഞാൻ അങ്ങനെയാണ് ഇങ്ങനെ. ഈ കേരള സ്റ്റോറി എന്നുള്ള ഫിലിം കുറച്ച് മുമ്പ് ഇറങ്ങിയില്ലെന്നോ, നിർബന്ധിപ്പിച്ച് തൊള്ളേക്ക് ബീഫ് കയറ്റി കൊടുക്കേണ്ട ഒരു രംഗമൊക്കെ ഉണ്ടായിരുന്നു. അതിനെതിരെ പ്രതിഷേധ സൂചനയായിട്ട് എല്ലാവരും അണിനിരന്നിരുന്നു. DYFI എന്ന് പറഞ്ഞ പ്രസ്ഥാനമുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ബീഫ് ഫെസ്റ്റ് കേരളത്തിലേക്ക് നടത്തിയത്. അതും എനിക്ക് ഓർമ്മ ഉണ്ടോ? അത് അന്ന് ആ പശു കഴിച്ചു അല്ലെ ബീഫ് കടത്തി എന്നുള്ള പേരിൽ ഒരാളെ തല്ലിക്കൊന്ന് നോർത്ത് ഇന്ത്യയിൽ അങ്ങനത്തെ വാർത്തയും കാര്യങ്ങളൊക്കെ വന്ന് അന്നാണ് ബീഫ് ഫെസ്റ്റ് നടത്തിയിരുന്നത്. അതൊക്കെ പ്രതിഷേധ സൂചകമായിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിരുന്നു. പക്ഷേ ഷിയാസിൻ്റെ ഈ കാര്യം ഏതെങ്കിലും മതം കുത്തി ഏതെങ്കിലും മുസ്ലിമിനോട് ഇങ്ങനെ പറയാം. പിന്നെ ഒരു ബഫേ പരിപാടി നടക്കുന്നുണ്ട്, അവിടെ ബീഫും പോർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മുസ്ലിം നേരെ ബീഫ് എടുത്തു, പോർക്ക് എടുത്തിട്ടില്ല. അപ്പോൾ ഒപ്പമുള്ള ആൾ ചോദിക്കുക, ഈ എന്താ പോർക്ക് എടുക്കാത്തത്, എൻ്റെ കിതാബിലുള്ളതുകൊണ്ടാണോ, അതൊക്കെ എന്താ പോർക്ക് എന്നാണ് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവും. അത് തമാശക്കാണെങ്കിൽ ഇന്നത്തെ കാലത്തിൽ അതൊരു വർഗീയത അത്രയും നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വെറുതെ കൊളവാൻ നിൽക്കേണ്ടത് മാത്രമേ പറയാനുള്ളൂ. ഓരോരുത്തർ എന്ത് കഴിക്കണം. ഇപ്പോൾ ഹിന്ദുക്കളുടെ ഇടയിൽ വിശ്വാസം ഉണ്ട്, ആരില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പശു ഇറച്ചി കഴിക്കാൻ പാടില്ല. നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനത്ത് നിയമമുണ്ട്. അതിൽ ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിയമം കൊണ്ടുവന്നത് ആരാരും BJP അല്ല, കോൺഗ്രസ്സാണ് ബീഫ് നിരോധിച്ചതും ബീഫ് കഴിക്കാൻ പാടില്ല എന്ന് അവിടെ നിയമം കൊണ്ടുവന്ന ചില സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സാണ്. നിങ്ങളെന്താ ആലോചിക്കാത്തത്? ഓരോതിൽ ആ വിശ്വാസമുണ്ട്, വിശ്വാസത്തെ ബഹുമാനിക്കല്ലേ വേണ്ട, അല്ലാതെ ഞങ്ങൾ ബീഫ് കഴിക്കൊണ്ടത് നിങ്ങളും ബീഫ് കഴിക്കുക. എന്തെല്ലാം അവസ്ഥ. ഇനി ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം, അനുമോള് ബീഫ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കാണാൻ അത്രയും ത്വരയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ നമ്മളുടെ അനുക്കുട്ടി ചേച്ചി ഉണ്ടാക്കിയ പാൽ കപ്പ ബീഫ് കറിയുമുണ്ട്. നമുക്ക് ഫ്രൈ ഉണ്ട് കേട്ടോ. നമുക്ക് ഫ്രൈ തരാൻ ഇത്തിരി പാട്. ഫ്രൈ കൊറേ ഇവരെടുത്തോണ്ട് പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ സാലഡ് എടുത്തോട്ടാ. അടുത്ത നെക്സ്റ്റ് അതിലെ പ്ലേറ്റ് എടുക്കും. തരുവോ അനുക്കുട്ടി ചേച്ചി? ഇങ്ങോട്ട് വരുന്നില്ല. എനിക്ക് കുറച്ചിരുന്ന ഇത് സ്പൂൺ നോക്കടി. ഇത് എനിക്ക് ഫ്രൈ ആണ് കൂടുതൽ. അനുക്കുട്ടി ചേച്ചിയുടെ സ്നേഹം ഉണ്ടല്ലോ. എന്ത് അനുക്കുട്ടി അല്ല അനുക്കുട്ടി ചേച്ചി കുറച്ച് ഫ്രൈ നേരത്തെ എടുത്തുകൊണ്ട് ഞാൻ കുറച്ച് തരും. ബീഫ് ആഴ്ചയിൽ മാക്സിമം 3 ദിവസം മാത്രമേ കൂട്ടാൻ പാടുള്ളൂ. അതുതന്നെ ഒരു ദിവസം മാക്സിമം 100 ഗ്രാം. 100 ഗ്രാം പറയുമ്പോൾ ഒരു ചെറിയൊരു പ്ലേറ്റിൽ ബീഫ് എടുത്താൽ അത്ര ഉണ്ടാവും. ഒരു പോർഷൻ എന്നൊക്കെ പറയില്ലേ ഹോട്ടലിൽ നിന്ന് വാങ്ങുമ്പോൾ, അത്രേ. അപ്പോൾ ഇനി ബലിപെരുന്നാളൊക്കെ കഴിഞ്ഞാണ് ഫ്രിഡ്ജിൽ ഒരുപാട് ഇറച്ചി ഇങ്ങനെ കെട്ടി കിടക്കുന്നുണ്ടാവും. അതെല്ലാം കൂടെ എടുത്തിട്ട് ചോറിന് പകരം ഇറച്ചി എന്നുള്ള രീതിയിൽ കഴിക്കാൻ നിൽക്കണ്ട. പണി കിട്ടും, ഹൃദയരോഗങ്ങളും മറ്റു ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ മുന്നേ പറഞ്ഞ കണക്കില്ലേ, അത് ഒരിക്കലും യൂറിക് ആസിഡ് അതേപോലെ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കല്ല കേട്ടോ. അവർ തൊടേ വേണ്ട, മാക്സിമം ഒഴിവാക്കിക്കോളി, അത്രയും നല്ലത്. അല്ലേ ന്യൂസ് പറഞ്ഞിട്ടില്ലേ, ബീഫ് കുറേ കഴിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോളും ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ഉണ്ടാവുന്നല്ലാതെ അതിൻ്റെ അപ്പുറത്ത് മതപരമായിട്ടൊന്നുമില്ല. ബീഫ് കഴിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പുണ്യോ, കഴിക്കാത്തതുകൊണ്ട് എന്തെങ്കിലും വേറെ എന്തൊക്കെ സാധനങ്ങൾ കിട്ടുന്നുള്ള ഒന്നുമില്ല. വെറുതെ ഒരു ഭക്ഷണം, ചിക്കനുമായിരിക്കും അല്ലെങ്കിൽ മട്ടനുമായിരിക്കും പച്ചക്കറിയുമായിരിക്കും ഒരു ഭക്ഷണം മാത്രമേ ബീഫുള്ളൂ. അല്ലാതെ അതിൻ്റെ അപ്പുറത്ത് ഒന്നുമില്ല. ബീഫ് കഴിക്കേണ്ടവർ കഴിച്ചോട്ടെ, കഴിക്കാത്തവർ മോശക്കാരെന്ന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് വെറും അബദ്ധജടിലമായൊരു ബാധമാണ്. കഴിക്കാത്തവരൊക്കെ BJP, എല്ലാവരും BJP ആയിക്കോളി. അത് കഴിക്കാത്തവരെല്ലാവരും BJP ആയിക്കോളി.
അതേമാതിരി പോർക്ക് കഴിക്കുന്നവരൊക്കെ നല്ല ആൾക്കാരും കഴിക്കാത്തവരൊക്കെ മോശക്കാരും. വെറുതെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് വർഗീയത ഉണ്ടല്ലോ കേരളത്തിൽ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്, കൂടി വരികയാണ്. അതാണ് ഇങ്ങനത്തെ ചർച്ചകൾ തന്നെയാണ്. കേരള സ്റ്റോറി കണ്ടില്ലേ എന്ത് ജാതിയില്ലേ, ഒരാളെ വായിക്കൊക്കെ ബീഫ് കുത്തി കയറ്റുക, ഇങ്ങനത്തെ ഒരു സംഭവം നമുക്ക് സ്വപ്നത്തിൽ പോലെ ആലോചിക്കാൻ പറ്റുമോ? എന്തിനാണ്ട് ആവശ്യം? അങ്ങനെ കഴിപ്പിച്ചുകൊണ്ട് എന്താ കിട്ടുള്ളത്? ബീഫിൻ്റെ ഉള്ളിൽ വല്ല ആൽക്കഹോളിൻ്റെ കണ്ടന്റ് ഉണ്ടോ ഇങ്ങനെ ആടാൻ കഴിപ്പിച്ചിട്ട്? അല്ല ആരാത്തോണ്ട് ചോദിക്കണേ. അപ്പോൾ അത്രയും വർഗീയത നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലെ ഷിയാസിനെ പോലുള്ള ആൾ ഒരു വിശ്വാസം ഇല്ലാത്ത ഒരാളാണ്. വിശ്വാസം വേണമെന്നൊക്കെ ഒരാൾ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടം. പക്ഷേ ഷിയാസ് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്കങ്ങനെ ഞാനൊരു മുസ്ലിമായി ജനിച്ചു എന്നല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഞാനൊരു മുസാഹഫിൻ്റെ നടുക്കഷ്ടം എന്നല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ വെറുതെ ഈ ബീഫും പോർക്കും വെച്ച് കാണും മതം കുത്തിക്കയറ്റേണ്ട ആവശ്യകത എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്, അല്ലാതെ ഒന്നുമല്ല. ഇന്നത്തെ കാലത്ത് ബീഫ് കഴിച്ചു എന്നുള്ള പേരിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് സ്ഥലത്തുണ്ട്, കേരളത്തിലില്ല എന്നുള്ളൂ. എന്നാലും ബീഫ് കഴിക്കാൻ പാടില്ല, പശു കഴിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓരോ നമ്മൾ ബഹുമാനിക്കണം. അല്ലാതെ എല്ലാത്തിലും ഗോമാതാവ്, പശു, സംഘി, RSS എല്ലാത്തിലും പുട്ടിന് തേങ്ങട്ട പോലെ ഇങ്ങനെ പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അത് ഒന്നിക്കും ഇല്ലാത്ത ആൾക്കാർ പോലും ഇതിനായിട്ടാണ് ചായ്. മനസ്സിലായില്ലേ? അതിൻ്റെ തിരിയേണ്ടവർക്ക് തിരി, അത്രേ ഉള്ളൂ.